നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ സംസാരിച്ച മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തക ആരാണെന്ന ചോദ്യത്തിന് ഉറപ്പായും നമുക്ക് ഉത്തരം പറയാൻ കഴിയും. അത് സ്മൃതി പരുത്തിക്കാട് എന്ന മാധ്യമപ്രവർത്തകയാണെന്ന്. സ്മൃതി പരുത്തിക്കാടിൻ്റെ വാദങ്ങൾക്ക് കൂടി പങ്കുണ്ട് ഇത്തവണ UDF സർക്കാർ അധികാരത്തിലേറാൻ കാരണമായ ആ സംഭവങ്ങൾക്ക്. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സത്യം എപ്പോഴും ശബ്ദമുണ്ടാക്കി വരണമെന്നില്ല. ചിലപ്പോൾ അത് തികഞ്ഞ നിശബ്ദതയിലൂടെയാകും നമ്മളോട് സംസാരിക്കുക. ഡിജിറ്റൽ യുഗത്തിലെ മാധ്യമപ്രവർത്തനം ഒരു കണ്ണാടി പോലെയാണ്. അവിടെ മുഖം മാത്രമല്ല, മുഖം മൂടികളും കൃത്യമായും പ്രതിഫലിക്കും. ടെലിവിഷൻ സ്ക്രീനുകളിൽ അവതാരകർ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു പഴയ പ്രേക്ഷക സമൂഹമല്ല ഇന്നുള്ളത്. അവർക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്, പ്രതികരിക്കാൻ ഇടമുണ്ട്. അതിലുപരി തങ്ങൾക്ക് അരോചകമായി തോന്നുന്ന മുഖങ്ങളെ ഒരു വിരൽത്തുമ്പ് കൊണ്ട് തട്ടിമാറ്റാനുള്ള അധികാരവുമുണ്ട്. ഈ അധികാരത്തിൻ്റെ ഏറ്റവും വലിയ ഇരയായി അല്ലെങ്കിൽ സ്വന്തം കർമ്മഫലം അനുഭവിക്കുന്ന ഒരു കാഴ്ചയായി മാറുകയാണ് റിപ്പോർട്ടർ TVയിലെ അവതാരകയായ സ്മൃതി പരുത്തിക്കാട്. ഈ കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല. ഇവിടെ കണക്കുകൾ യൂട്യൂബ് ഡാറ്റകളാണ്. കോൺഗ്രസ് അനുഭാവികളായ പ്രേക്ഷകർ പോലും സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ചകളെ എങ്ങനെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കാണ് യൂട്യൂബ് ഡാറ്റ വിരൽ ചൂണ്ടുന്നത്. വലിയൊരു രാഷ്ട്രീയ കോളക്കം സൃഷ്ടിച്ച 2 ദിവസങ്ങളിലെ ചർച്ചകൾ പരിശോധിക്കുമ്പോൾ വെളിവാകുന്നത് ഒരു മാധ്യമപ്രവർത്തകയുടെ വിശ്വാസ്യതയ്ക്ക് സംഭവിച്ച ദാരുണമായ തകർച്ചയാണ്. ഒരു മാധ്യമപ്രവർത്തക എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമായി സ്മൃതി പരുത്തിക്കാട് മാറി എന്നാണ് പൊതുവെ ഉയരുന്ന ആരോപണം. ഒരുപക്ഷെ അങ്ങനെ മാറിയെങ്കിൽ അത് സംഭവിച്ചത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല, അതൊരു തുടർച്ചയായ പ്രക്രിയയായിരുന്നു. മാധ്യമധർമ്മം എന്നതിലുപരി താനൊരു മാധ്യമപ്രവർത്തകയാണ് എന്ന അടിസ്ഥാന വസ്തുത പോലും പലപ്പോഴും മറന്നുകൊണ്ട് കോൺഗ്രസ് അനുഭാവികൾ പ്രകടിപ്പിക്കുന്നതിനേക്കാൾ വലിയ വിധേയത്വം കോൺഗ്രസ് നേതൃത്വത്തോട് അവർ പ്രകടിപ്പിച്ചു തുടങ്ങി. ചർച്ചകളിലെ അവരുടെ ശരീരഭാഷ, വാക്കുകളുടെ തിരഞ്ഞെടുപ്പ്, ചോദ്യങ്ങളിലെ ഏകപക്ഷീയത എന്നിവയെല്ലാം ഒരു വാർത്താ അവതാരകയ്ക്ക് പകരം ഒരു പാർട്ടി വക്താവിൻ്റേതിന് സമാനമായി മാറി. സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഒരു മാധ്യമപ്രവർത്തക എങ്ങനെയാകരുത് എന്ന് പഠിക്കണമെങ്കിൽ ഇവരെ കണ്ടാൽ മതി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വ്യാപകമായി. നിഷ്പക്ഷത എന്ന മൂടുപടം പൂർണ്ണമായും അഴിഞ്ഞു വീണതോടെ സാധാരണ പ്രേക്ഷകർക്ക് മാത്രമല്ല, റിപ്പോർട്ടർ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് പോലും അവരോട് കടുത്ത എതിർപ്പ് തോന്നി തുടങ്ങി. തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ട് പോലും ആ അമിത വിധേയത്വത്തിലെ കൃത്രിമത്വം കോൺഗ്രസ് അനുഭാവികളെപ്പോലും അവരിൽ നിന്ന് അകറ്റി. പ്രേക്ഷകരെ പരമാവധി വെറുപ്പിച്ചു വച്ചിരിക്കുന്ന ഈ സാഹചര്യം ഒരു വലിയ ബഹിഷ്കരണത്തിലേക്കാണ് വഴിമാറിയത്. ജൂലൈ 21, 22 തീയതികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും ദില്ലിയിൽ വളരെ നിർണായകമായിരുന്നു. നീറ്റ് പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ട് CJP നടത്തുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും മറ്റ് മുതിർന്ന നേതാക്കളെയും പോലീസ് വലിച്ചിഴച്ചതും അറസ്റ്റ് ചെയ്തതുമായ സംഭവങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം രക്തം തിളയ്ക്കുന്ന, തങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി അവർ ഡിജിറ്റൽ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ സജീവമാകുന്ന ദിവസങ്ങൾ. സ്വാഭാവികമായും കോൺഗ്രസിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന സ്മൃതിയുടെ ചർച്ചകൾക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. റിപ്പോർട്ടർ ചാനലിൽ 2 ദിവസങ്ങളിലുമായി നടന്ന മീറ്റ് ദ എഡിറ്റേഴ്സ് ചർച്ചകളുടെ കണക്കുകൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. റിപ്പോർട്ടർ TVയുടെ യൂട്യൂബ് ചാനലിൽ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയുടെ യൂട്യൂബ് വീഡിയോകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ ആദ്യ ദിവസം, അതായത് ജൂലൈ 21 കണക്കുകൾ നോക്കിയാൽ ആൻഡ്രൂ അഗസ്റ്റിൻ സംസാരിച്ച വീഡിയോയ്ക്ക് ലഭിച്ചത് ഇതുവരെ 34,000 വ്യൂസ്. മാധു സജി സംസാരിച്ച വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 25,000 വ്യൂസ്. PR സുനിൽ സംസാരിക്കുന്ന വീഡിയോയ്ക്ക് 21,000 വ്യൂസ്. അതേസമയം സ്മൃതി പരുത്തിക്കാട് സംസാരിക്കുന്ന വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് വെറും 5,000 വ്യൂസ് മാത്രമാണ്. ഇനി ഇതേ വിഷയം തന്നെ കൈകാര്യം ചെയ്ത ജൂലൈ 22 കണക്കുകൾ പരിശോധിച്ചാൽ അന്ന് ഡോക്ടർ അരുൺകുമാർ സംസാരിക്കുന്ന വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 46,000 വ്യൂസാണ്. PR സുനിൽ സംസാരിക്കുന്ന വീഡിയോയ്ക്ക് 17,000 വ്യൂസ് ലഭിച്ചപ്പോൾ മാധു സജി സംസാരിച്ച വീഡിയോയ്ക്ക് 7,000-ഓളം വ്യൂസ് ലഭിച്ചിരിക്കുന്നു. ഈ ദിവസം സ്മൃതി പരുത്തിക്കാട് സംസാരിച്ച വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് വെറും 2,500 വ്യൂസ് മാത്രമാണ്. കോൺഗ്രസ് നേതാക്കൾ തെരുവിൽ വേട്ടയാടുന്നതിനെക്കുറിച്ച് വാചാലയായ ദിവസങ്ങളിൽ കോൺഗ്രസിന് ഏറ്റവും താല്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടും സ്മൃതിയുടെ വീഡിയോകൾ ഏറ്റവും പിന്നിലായി. തങ്ങളുടെ സ്വന്തം ആളാണ് എന്നറിഞ്ഞിട്ടും കോൺഗ്രസ്സുകാർ പോലും അവരുടെ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്ന നഗ്നമായ സത്യമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. പ്രേക്ഷകരുടെ ഈ ബഹിഷ്കരണം എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാകണമെങ്കിൽ സ്മൃതി ആ വീഡിയോകളിൽ സംസാരിച്ച വിഷയങ്ങളുടെ ഗൗരവം നാം ശ്രദ്ധിക്കണം. വളരെ വികാരാധീനയായാണ് അവർ ആ ചർച്ചകളിൽ പങ്കെടുത്തത്. എന്നിട്ടും കേൾക്കാൻ ആളില്ലാതെ ആ വാക്കുകൾ ഡിജിറ്റൽ ശൂന്യതയിൽ അലിഞ്ഞില്ലാതായി.
പ്രതിപക്ഷം തെരുവിലോ എന്നതാണ് ചോദ്യം. ജനാധിപത്യത്തിലെ ഒരു കറുത്ത ദിനമായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസത്തെ കാണുന്നത്. ആശങ്കപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ രാജ്യ തലസ്ഥാനത്തെ തെരുവിൽ ഇന്ന് കണ്ടത്. നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ തെരുവിൽ വലിച്ചിഴയ്ക്കുന്ന കാഴ്ച. പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെ ഇന്ന് ഖാർഗെയുടെ പിറന്നാൾ ദിവസമാണ്. ഖാർഗെയെയും ആ രൂപത്തിൽ വലിച്ചു മാറ്റിയിട്ടുണ്ട്. അവിടെ KC വേണുഗോപാലിനെ പോലെ മുതിർന്ന നേതാവ് താഴെ വീണു പോവുകയാണ്. അതിനുശേഷം പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. പ്രിയങ്ക ഗാന്ധിയെ കഴുത്തിന് തള്ളിക്കൊണ്ട് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നു. ദില്ലിയിലെ CJPയുടെ പ്രതിഷേധം കോൺഗ്രസ് രാഷ്ട്രീയമായി അതിനെ ഏറ്റെടുത്തതോടുകൂടി ഇപ്പോൾ ദില്ലിയിലെ സമരാവേശം രാജ്യവ്യാപകമായി പടരുകയാണോ, രാജ്യസമരമായി മാറുകയാണോ? സ്മൃതി, പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഈ സമരം എന്നുള്ളതാണ്. നമ്മൾ ജന്തർ മന്ദറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ പ്രതികരണങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ അമ്മമാർ, കുട്ടികളൊക്കെ വരുന്നത് ഇത്രയും വൈകാരികമായി ഭരണകൂടത്തിനെതിരെയും പോലീസിനെതിരെയും കോൺഗ്രസിന് അനുകൂലമായും സംസാരിച്ചിട്ടും ഈ വീഡിയോകൾ 5000-ലും 2000-ലും ഒതുങ്ങിപ്പോയി എന്നത് ഒരു മാധ്യമപ്രവർത്തകയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. ഇവിടെ സ്വാഭാവികമായും ഉയർന്നു വരാവുന്ന ഒരു വാദമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ റിപ്പോർട്ടർ TV അധികം കാണാത്തത് കൊണ്ടല്ലേ സ്മൃതിയുടെ വ്യൂസ് കുറയുന്നത്? ഈ വാദത്തെ ഒറ്റയടിക്ക് തകർത്ത് കളയുന്നതാണ് ഇതേ ചാനലിൽ വന്ന മറ്റൊരു വീഡിയോയുടെ ഡാറ്റ. ദില്ലിയിലെ പോലീസ് അതിക്രമത്തിന് ശേഷം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ റിപ്പോർട്ടർ ചാനൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിന് ലഭിച്ചത് 94,000 വ്യൂസാണ്. ലക്ഷത്തിനടുത്ത് ആളുകളാണ് ആ വീഡിയോ കാണാൻ റിപ്പോർട്ടർ TVയുടെ യൂട്യൂബ് പേജിലേക്ക് ഒഴുകിയെത്തിയത്. കോൺഗ്രസ്സുകാരും കോൺഗ്രസ് അനുഭാവികളും അവിടെ സജീവമായി തന്നെയുണ്ട് എന്ന് ഈ ഒരൊറ്റ കണക്കിലൂടെ വ്യക്തമാണ്. सही है कि पुलिस वाले थोड़ा मतलब मुझे घसीट के ले गए, बट कान में कह रहे थे कि इस सरकार को हटाइए. एक्चुअली मैं राजस्थान का हूं, इनको हटाइए. हम सिर्फ वर्दी पहने हैं. दूसरा कह रहा है मैं हरियाणा का हूं, इनको हटाइए. तो दैट सेंटिमेंट इज देयर. എന്നെ പോലീസുകാർ വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നത് ശരിയാണ്. എന്നാൽ അവർ എൻ്റെ ചെവിയിൽ പറയുന്നുണ്ടായിരുന്നു ഈ സർക്കാരിനെ താഴെ ഇറക്കണമെന്ന്. ഞാൻ രാജസ്ഥാനിൽ നിന്നാണ്, ഇവരെ താഴെ ഇറക്കണം, ഞങ്ങൾ വെറും യൂണിഫോം ഇട്ടിരിക്കുകയാണെന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞു. മറ്റൊരാൾ ഹരിയാനയിൽ നിന്നാണെന്നും ഇവരെ താഴെ ഇറക്കണമെന്നും പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ആ വീഡിയോയിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഭാഗമായിരുന്നു ഇത്. ഈ വീഡിയോ കാണാൻ ലക്ഷത്തിനടുത്ത് ആളുകൾ എത്തിയിട്ടും സ്മൃതി പരുത്തിക്കാടിൻ്റെ വീഡിയോ കാണാൻ ആരും മെനക്കെട്ടില്ല. അതായത് പ്രേക്ഷകർ റിപ്പോർട്ടർ ചാനലിൽ ഇല്ല എന്നതല്ല സത്യം. അവർ അവിടെയുണ്ട്, പക്ഷേ അവർ ബോധപൂർവം സ്മൃതിയെ ഒഴിവാക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ചകൾക്ക് മാത്രം ഇത്രയധികം ആളുകൾ കുറയുന്നത്? അതിൻ്റെ ഉത്തരം വളരെ ലളിതവും എന്നാൽ യുക്തിസഹവുമാണ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിലുള്ള അവരുടെ അമിത വിധേയത്വം പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ഇഷ്ടക്കേട് ചെറുതല്ല. ഒരു വാർത്ത അറിയാനോ വസ്തുനിഷ്ഠമായ ഒരു വിശകലനം കേൾക്കാനോ ആരും ഇന്ന് അവരെ ആശ്രയിക്കുന്നില്ല. കോൺഗ്രസിന് അനുകൂലമായി അവർ സംസാരിച്ചാൽ പോലും അതിലൊരു മാധ്യമപ്രവർത്തകയുടെ സത്യസന്ധതയില്ലെന്നും മറിച്ച് കേവലം ഒരു സ്തുതി പാഠകയുടെ ശബ്ദം മാത്രമാണെന്നും പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് യൂട്യൂബ് ടൈം ലൈനിൽ സ്മൃതി പരുത്തിക്കാടിൻ്റെ തംബ്നെയിലോ മുഖമോ കണ്ടാൽ പ്രേക്ഷകരുടെ വിരലുകൾ അറിയാതെ തന്നെ സ്ക്രീനിൽ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണ്. അതൊരു റിഫ്ലക്സ് ആക്ഷനായി മാറിയിരിക്കുന്നു. ഇവർ എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്കറിയാം. അത് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന തീരുമാനമാണ് ആ സ്കിപ്പ് ചെയ്യലിലൂടെ ഓരോ പ്രേക്ഷകനും എടുക്കുന്നത്. സ്വന്തം പ്രകടനം കൊണ്ട് ഒരു അവതാരക എങ്ങനെയാണ് ഒരു ചാനലിൻ്റെ പ്രേക്ഷകരെ മുഴുവൻ തനിക്കെതിരെ തിരിച്ചു വിട്ടത് എന്നതിൻ്റെ പാഠപുസ്തകമായി വേണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെ എടുക്കാം. ക്യാമറയുടെ ചുവന്ന ലൈറ്റ് തെളിയുമ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന ലക്ഷക്കണക്കിന് കാണികളോട് താൻ സംസാരിക്കുകയാണെന്ന് ഓരോ അവതാരകനും അല്ലെങ്കിൽ അവതാരകയും വിശ്വസിക്കുന്നുണ്ടാകും. തൻ്റെ വാക്കുകൾ സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് അവർ അഹങ്കരിക്കുന്നുണ്ടാകും. എന്നാൽ ഡിജിറ്റൽ ലോകത്തെ അൽഗോരിതങ്ങൾ മറ്റൊരു ലെവലാണ്. ക്യാമറയ്ക്ക് മുന്നിലെ അഭിനയങ്ങൾക്കും അമിത വിധേയത്വങ്ങൾക്കും ആ അൽഗോരിതങ്ങൾ നൽകുന്ന ശിക്ഷ അതിക്രൂരമാണ്. സമ്പൂർണ്ണമായ ഒരുതരം ഒറ്റപ്പെടൽ. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേൾക്കാൻ ഒഴുകിയെത്തിയ 90,000-ലധികം വരുന്ന ജനക്കൂട്ടം തൊട്ടടുത്ത വീഡിയോയിൽ ആ നേതാവിന് വേണ്ടി തൊണ്ടപൊട്ടി സംസാരിക്കുന്ന സ്മൃതി പരുത്തിക്കാടിനെ കണ്ടില്ലെന്ന് നടിച്ച് കടന്നുപോയത് വെറുമൊരു യാദൃശ്ചികതയല്ല, അതൊരു നിശബ്ദ വിപ്ലവമാണ്. മാധ്യമധർമ്മം മറന്നവർക്ക് ഡിജിറ്റൽ യുഗത്തിലെ പ്രേക്ഷകർ നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ അവരെ വെറുക്കുക എന്നതല്ല, മറിച്ച് അവരെ പൂർണ്ണമായും അവഗണിക്കുക എന്നതാണ്. ആരും കാണാത്ത, ആരും കേൾക്കാത്ത ഒരു ശൂന്യതയിലേക്ക് നോക്കി വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരുന്ന ഒരു മാധ്യമപ്രവർത്തകയുടെ ഗതികേടിനേക്കാൾ വലിയൊരു ട്രാജഡി മറ്റൊന്നും കാണില്ല. വ്യൂസ് എന്ന അക്കങ്ങളുടെ ആ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം തകർന്നടിഞ്ഞ ഒരു മാധ്യമപ്രവർത്തകയുടെ വിശ്വാസ്യതയുടെ കഥയാണ്.